السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد മനുഷ്യന്മാരുടെ സുഗമമായ രൂപത്തിൽ ജീവിക്കുവാനായിട്ട് കാലണ്ടർ ചൊല്ലുന്നത് അകത്തിയിട്ടിരിക്കണം. കഴിഞ്ഞുപോയ കാര്യങ്ങൾ അത് എഴുതി വെക്കുകയും അതിനെ നെനപ്പിൽ വെക്കുകയും വർഷാവർഷം പറയുമ്പോൾ അതിനെ ആചരിക്കുകയും അതുപോലെ ഇനി ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്ന കാര്യങ്ങൾ തിങ്കൾ കഴിഞ്ഞിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വർഷം കഴിഞ്ഞിട്ടാക്കുന്ന അങ്ങനത്തെ വിഷയങ്ങൾ നിക്കറമായിട്ട് എഴുതി വെക്കുകയും മനസ്സിലാക്കി വെക്കുകയും കാലണ്ടർ സംവിധാനത്തിലുള്ളത് വളരെ അകത്തിയിട്ടിക്കണം. പണ്ട് ഈജിപ്തിലെ ആൽമാർ നൈൽ നദിയിലുണ്ടായ വർഷത്തോളം ഉണ്ടായ വെള്ളപ്പൊക്കടെ ആ വെള്ള നോക്കിയിട്ട് കാലണ്ടർ ആക്കിക്കൊണ്ടിരുന്ന എനിക്കത്തെ ഒരു സംവിധാനമായിരുന്നു. ആകാശഗോളങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ജൂലിയൻ കാലണ്ടറും ഉണ്ട്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തീ കുണ്ടാരത്ത് കിട്ടിയ ടൈമിൽ കഴിഞ്ഞൽ പിന്നെ ചൊല്ലുണക്കത്തോർ കാലണ്ടർ, കാബ നിർമ്മാണം ആക്കിയ ആ വർഷവുമായി ബന്ധപ്പെട്ട കാലണ്ടർ, മഴത് വംശജരായ ആൽമാരെ ആ ഒരു അങ്ങനെ ജീവനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കാലണ്ടർ, കാബിനുള്ള മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലണ്ടർ, അബ്രഹത്ത് രാജാവ് ആനപ്പടവുമായി വന്നിട്ട് കാബാലയ പൊളിക്കോ വന്ന് ആ ഒരു ഘട്ടനവുമായി ബന്ധപ്പെട്ടിട്ടും കാലണ്ടറിലായിരുന്നു. ഇപ്പൊ അവിടെ ചാൽത്തിലുള്ള ജനുവരി ഫെബ്രുവരി ചൊല്ലണക്കിത്തെ കാലണ്ടർ അത് ഗ്രിഗോറിയൻ ചൊല്ലുടെ കാലണ്ടറായിട്ട് പേര്. യഥാർത്ഥത്തിൽ അതിപ്പോ വ്യാപകമായിട്ട് യൂസ് ആക്കി വന്നിട്ടുണ്ടായെങ്കിലും എല്ലാ മനുഷ്യന്മാർ അതിനെ ബഹുത്തേക്ക് യൂസ് ആക്കിക്കൊണ്ടിരുന്നുണ്ടായെങ്കിലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ചൊല്ലേണ്ടായെങ്കിൽ അതല്ല ഞങ്ങളെ കാലണ്ടർ, ഹിജരി കാലണ്ടർ ആയിട്ടിക്കട്. മുഹറം സഫർ എന്നിങ്ങനെ തുടങ്ങണമെങ്കിൽ ഹിജരി കാലണ്ടർ ആയിട്ടിക്കട് ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാലണ്ടറുമായി ബന്ധപ്പെട്ടതായിട്ടിക്കടും. ഈ ഒരു ഹിജരി കാലണ്ടർ രൂപീകരിക്കുകയോ അത് ചാൽത്തിൽ പറവൂ എന്തേ കാരണ എങ്ങനെയായിട്ട് ഇട്ടിക്കരണം അങ്ങനെ പഠിക്കണം വിഷയം. ബഹുമാനപ്പെട്ട ഈ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇട്ടിക്കട് ഹിജരി കാലണ്ടർ ചെന്നിട്ടൊന്ന് സ്ഥാപിക്കണേ. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തിൽ ഗവർണറായിട്ട് ഇന്ന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു ഒരു കത്തെഴുതൽ, ഒരു ലെറ്റർ എഴുതൽ. സാധാരണഗതിയിൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലാവധിയിൽ എല്ലാ ഗവർണർമാർക്ക് ഉമർ റളിയല്ലാഹു ലെറ്റർ എഴുതിക്കൊണ്ടിരുന്നത് ഇന്ന് തിങ്കൾ ആക്കണായ വിഷയം, ഏത് തിങ്കളിൽ എന്തിനാക്കണോ അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ ലെറ്റേഴ്സ് എല്ലാം പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ലെറ്റർ എഴുതിയിട്ട് കേൾക്കരുത്. അമീർ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് ഒരു വിഷയങ്ങളുള്ളൂ. നിങ്ങൾ കടത്തിയ ഒരു ലെറ്ററിൽ ഷാബാന് ചൊന്നിട്ട് ഒരു മെൻഷനാക്കിയിട്ടേക്കാണ്ട് ആ ലെറ്ററിൽ മെൻഷനാക്കിയ ഷാബാന് ചൊല്ലുള്ളൂ അത് കഴിഞ്ഞ വർഷത്തെ ഷാബാന അല്ല ഇപ്പൊ നടന്നുകൊണ്ട് ഇനി ബർണായ ഷാബാന ഇപ്പൊ നടന്നുകൊണ്ടുള്ള ഷാബാന ഏത് എനിക്ക് ഗുന്തില്ല. നിക്കറമായിട്ട് ഒരു വർഷം എഴുതാത്തത് കൊണ്ടു നക്കത് ക്ലിയർ ഇല്ലാതെ കൊണ്ട് താരീഖ് ഉണ്ടാക്കി തുറന്നുകൊണ്ടു അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ലെറ്റർ എഴുതി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എല്ലാ സ്വഹാബത്തിനെയും അനുയായികളെയും കൂട്ടിയിട്ട് ചർച്ച നടത്തിയിട്ടാകുമ്പോൾ എല്ലാ ആൾമാരും ഇത്തിഫാക്കായിട്ട് ഒരു കാലണ്ടർ രൂപീകരിക്കുന്നു ചെന്നിട്ടുള്ള ഒരു തീരുമാനത്തിൽ വന്നാൽ. അപ്പൊ ചർച്ച നടന്നിട്ട് ഏത് തിങ്കൾ എങ്ങനെ ഇട്ടിക്കട് ഏതിനെ നോക്കിയിട്ട് ഇട്ടിക്കറ് ഞങ്ങ ഈജേരി സ്റ്റാർട്ടാക്കണ കാലണ്ടർ സ്റ്റാർട്ടാക്കണായിട്ടൊരു ചർച്ച വന്നപ്പം പല ആൾമാരും പല അഭിപ്രായം ചെന്നാറ്. ചില ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വലിനെ സ്റ്റാർട്ടാക്കാണ്ട് ചെന്നാറ്. ചില ആൾമാർ നബിക്ക് നുബുവത്ത് കിട്ടിയ ആ ടൈമർ കണക്ക് പിടിച്ചിട്ട് ആക്കാണ്ട് ചെന്നാറ്. അതുപോലെ ഹിജ്റ നബി തങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ദീൻ നടത്തുക കാരണമായ ഇസ്ലാമിലെ ഐതിഹാസികമായ ചർച്ചയുള്ള സ്ഥാനമുള്ള ഹിജ്റയിൽ പിന്നെ കണക്ക് പിടിക്കാൻ ചെന്നാറ്. ചില ആൾമാർ നബി തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ആ ഒരു ചർച്ച ആ ഒരു ടൈം പിടിച്ചിട്ട് കാലണ്ടർ സ്റ്റാർട്ടാക്കാൻ ചെന്നിട്ട് ചർച്ച നടന്നിട്ട് അങ്ങനെ ദീർഘമായി ചർച്ച നടന്നിട്ടാകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹിജറി പോയി നബി തങ്ങൾ ഹിജറി പോയെങ്കിലത്തെ ആ ഒരു ടൈമിൽ പിന്നെ ഞങ്ങൾ കാലണ്ടർ സ്റ്റാർട്ടാക്കാൻ ചൊല്ലുള്ള തീരുമാനത്തിൽ എത്തിയിട്ടാകുമ്പോൾ അവിടെ നല്ല ആൾമാർ
ഐക്യകണ്ഠന ഇത്തിഫാക്ക് ഒരു എതിർപ്പും ഇല്ലാണ്ടും അത് അംഗീകരിച്ച. അപ്പൊ നബി തങ്ങള് ഹിജറ പോയത് റബിയുൽ അവ്വലല്ലേ, അപ്പൊ പിന്നെ മുഹറം എങ്ങനെ സ്റ്റാർട്ടായോ എന്നൊരു ചർച്ച ഇട്ടിവിടെ വന്നു. അപ്പൊ ഏത് ഹിജറി കാലണ്ടർ തീരുമാനമായാൽ പിന്നെ അത് സ്റ്റാർട്ട് ആവാനായ ഏത് റബിയുൽ അവ്വൽ പിന്നെ അല്ല ഏതെങ്കിലും വേറെ ഏത് തിങ്കൾ കൊണ്ട് സ്റ്റാർട്ട് ആവാ? പരിശുദ്ധ ഖുർആൻ ചൊന്നല്ലേ 12 തിങ്കൾ ആകാശഭൂമി പഠിച്ചാൽ പിന്നെ 12 തിങ്കൾ എന്ത്? ആ 12 തിങ്കൾ ഏത് കൊണ്ട് സ്റ്റാർട്ട് ആവാ ചൊല്ലെങ്കിൽ ചർച്ച വന്ന്. കുറെ ആൾമാർ റജബ് കൊണ്ട് തുടങ്ങാൻ ചെന്നാറ്, റമദാന് കൊണ്ട് ഹിജറി കാലണ്ടർ തുടങ്ങാൻ ചെന്നാറ്, ഹിജറ നടന്ന ഞങ്ങളെ റബീഉൽ അവ്വൽ കൊണ്ട് തുടങ്ങാൻ ചെന്നാറ്, അതുപോലെ മുഹറം കൊണ്ട് തുടങ്ങാൻ ചെന്നാറ്. അപ്പൊ ബഹുമാനപ്പെട്ട ചിന്തകനായ ഉമർ റളിയല്ലാഹു അൻഹു വളരെ ദീർഘമായി ചിന്തിച്ചിട്ട് റബീഉൽ അവ്വലില് അതുമായി ബന്ധപ്പെട്ട് നടക്കുക വേണ്ട. മനുഷ്യന്മാർ നബിതങ്ങള് ഹിജറ പോയത് പരിശുദ്ധമായ റബീഉൽ അവ്വലിലായിട്ടിന്നെങ്കും ദുൽഹിജ്ജ് കഴിഞ്ഞ ടൈമിലായിട്ട് ഹിജറുമായി ബന്ധപ്പെട്ട കരാറും മറ്റൊക്കെ നടന്നേ. അപ്പൊ എല്ലാ ആൾമാരും ഹജ്ജുകളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് അവിടെ തിങ്കളായിട്ട് മുഹറം. ആ മുഹറം തിങ്കളെ കൊണ്ട് ഹിജറ വർഷം സ്റ്റാർട്ടാക്കാച്ചുള്ള അഭിപ്രായത്തിൽ എത്തിയത്. മാത്രവുമല്ല പരിശുദ്ധ ഖുർആനില് മിൻഹ അർബഅത്തുൻ ഹുറുമുജുലുള്ള ആയത്തുണ്ടല്ലേ, 12 തിങ്കൾ എന്നെങ്കും അതിൽ 4 തിങ്കൾ യുദ്ധ ഹറാമായ തിങ്കളായിട്ടിക്കട്. അപ്പൊ നങ്ങ തുടങ്ങുന്ന ഹിജറി വർഷത്തെ ഫസ്റ്റ് തിങ്കളും ലാസ്റ്റ് തിങ്കളും രണ്ടും യുദ്ധ ഹറാമായ തിങ്കളാവുന്ന ചെന്നിട്ടുള്ള ആ ഒരു ദീർഘദൃഷ്ടിയിൽ മുഹറം കൊണ്ട് സ്റ്റാർട്ടാക്കിട്. മുഹറം കൊണ്ട് സ്റ്റാർട്ടാക്കിയിട്ടാകുമ്പോ അവസാനമായിട്ട് വേണ്ടത് ദുൽഹിജ്ജ. അപ്പൊ 2 തിങ്കളും യുദ്ധ ഹറാമായ തിങ്കൾ ഇൻക്ലൂഡ് ആവുന്നുണ്ടെന്ന ചൊല്ലുടെ ഒരു അഭിപ്രായ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയപ്പ സ്വഹാബത്ത് എല്ലാ ആൾമാരും അത് ഏറ്റെടുത്താറ്, പാസ്സാക്കിയാറ്. അങ്ങനെ ഈ ടിക്കറ്റ് പരിശുദ്ധമായ മുഹറം കൊണ്ട് തുടങ്ങി. റബീഉൽ അവ്വലിലെ ഈ ടിക്കറ്റ് ഹിജറ ആരംഭിച്ചെങ്കിൽ പോലും 2 തിങ്കൾ മുതലത്തെ മുഹറം കൊണ്ടേറ്റിക്കട് ഹിജറി കാലണ്ടർ ചാൽത്തി വന്നേ. ഈ ഒരു ഹിജറി കാലണ്ടർ ഇട്ടിക്കട് ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാത്തും പരിഗണിക്കണായത് ലൈറ്റിക്കട്. ഒരാൾക്ക് വയസ്സ് കൊണ്ട് വലിയ പ്രായപൂർത്തിയാവേണ്ടത് അത് 15 വർഷമായിട്ട് കിതാബുകൾ കണ്ട് ആ 15 വർഷം പരിഗണിക്കണായത് ജനുവരി ഫെബ്രുവരി നോക്കിയിട്ടല്ല, ബദലുക്ക് മുഹറം സഫർ നോക്കിയിട്ടേറ്റിക്കട്. അതുപോലെ ഒരു പെണ്ണുക്ക് മെൻസസ് ആവുകളുടെ ഏറ്റവും ചെറിയ വയസ്സ് കനിഷ്ഠമായ വയസ്സ് ഒലിമ്പയിട്ടിക്കട് അതും പരിഗണിക്കണായത് മുഹറം സഫർ ചൊല്ലുണ്ടെങ്കിൽ ഹിജറി കാലണ്ടർ നോക്കിയിട്ട് ഏറ്റിക്കട്. അതുമല്ല സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വർഷം പൂർത്തിയാവണമെന്ന് ചൊല്ലുണ്ടെങ്കിൽ കണക്ക് ഇസ്ലാം പഠിപ്പാട്ടർ ഫിഖ് പഠിപ്പാട്ടർ അതും നോക്കണായത് ഹിജറി കാലണ്ടർ അനുസരിച്ച് ഏറ്റിക്കട്. ഞങ്ങളൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 4 കൂട്ടത്തിൽ പരിഗണിക്കണായ എല്ലാ നാളും പരിഗണിക്കണായത് അത് ഹിജറി നോക്കിയിട്ട് ഏറ്റിക്കട്. മുസ്ലിമായ ഒരു മനുഷ്യരെ പുതിയ വർഷ ന്യൂ ഇയർ തുടങ്ങുന്നതും അത് മുഹറമിലായിട്ടിക്കട്. അതെല്ലാം ഹിജറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നയിട്ടിക്കട്. ഇതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ഇതെല്ലാം ഈ പരിശുദ്ധമായ മുഹറം ബേസായിട്ട് നടന്നയിട്ടിക്കട്. അള്ളാഹു ഈ മുഹറമുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ അള്ളാഹു നന്നാക്കി തരട്ടെ. ധാരാളം ഇബാദത്ത് മുഹറമിലാക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ പള്ളിക്ക് അകത്തുള്ളത്തെ ഒരു ഫിൽട്ടർ സുബൈറാക്ക കണ്ണടി കെട്ടിച്ചുള്ള ഒരു നല്ല മനുഷ്യ അതിൽ അടക്ക വ്യാപാരസ്ഥ അടയ്ക്കര ബിസിനസ് ആക്കുന്ന ആള് ഞങ്ങൾ കൂടെ എത്തുപാട്ടിൽ അള്ളാഹുവെ നീ അത് കബൂലാക്കണേ അള്ളാഹ്, സ്വീകരിക്കണേ അള്ളാഹ്. ആ വാട്ടർ ഫിൽട്ടർ ദാന ആക്കി ദുബൈറാക്കി നീ ബറക്കത്ത് കൊടുക്കണേ അള്ളാഹ്. അല്ല കച്ചവടത്തിൽ ധാരാളം നിയമത്തും സന്തോഷവും റാഹത്തും നീ എത്തുപാട്ടണേ അള്ളാഹ്. അതുപോലെ ഞങ്ങളെ പള്ളിയും മദ്രസുമായി ബന്ധപ്പെട്ട് സഹകരിക്കണങ്ങ ഗൾഫ് കമ്മിറ്റിരങ്ങ ബാംഗ്ലൂർ കമ്മിറ്റിരങ്ങ അള്ളാഹു അർഹമായ സവാബ് നീ കൊടുക്കണേ അള്ളാഹ്. ചോറ് തന്റെ ഉമ്മമാർക്ക് അള്ളാഹു നീ സ്വർഗം കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളെ കുടുംബത്തിലുള്ള ഞങ്ങളെ ഉമ്മ അപ്പ ഞങ്ങളെ ഭാര്യ മക്കള് കുടുംബക്കാർ ഞങ്ങളെ സഹോദരങ്ങള് എല്ലാ ആൾമാർക്കും അള്ളാഹുവിന് ദീർഘായുസ് നൽകണേ അള്ളാഹ്. മരണപ്പെട്ടു പോയ പ്രത്യേകിച്ച് ഈ പള്ളി പരിസരത്ത് അന്തി ഉറങ്ങുന്ന അള്ളാഹുവിന് മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.